നമസ്കാരം, എന്റെ പേര് സ്മിത ഹരിദാസ്. +2 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന 4ാം അധ്യായത്തിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് റിവൈസ് ചെയ്യാം. മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറന്റ് എലിമെന്റ്, ബയോട്ട്-സാവേർട്ട് ലോ, മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറന്റ് ലൂപ്പ്, ആംപിയർ സർക്യൂട്ടൽ ലോ, ദ സോളിനോയിഡ് ആൻഡ് ദ ടോറോയിഡ്. ഇവയാണ് ഫോക്കസ് ഏരിയ ടോപ്പിക്സ്. നോട്ട്സ് വ്യക്തമായി കാണുന്നതിന് വീഡിയോ ക്വാളിറ്റി 720 പിക്സൽ ആക്കിയിടണം. ഫുൾ സ്ക്രീൻ ആയി കാണാനും ശ്രദ്ധിക്കണം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ മൊത്തം വളരെ എളുപ്പത്തിൽ ഭംഗിയായി പഠിക്കാൻ സാധിക്കും. ആശംസകൾ. ഇന്ന് നമ്മൾ ഫിസിക്സിലെ മറ്റൊരു ശാഖയായ മാഗ്നറ്റിസത്തിലേക്ക് ചുവടുവെക്കുകയാണ്. അധ്യായം 4, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. We know ഇലക്ട്രിക് ചാർജസ് അവയ്ക്ക് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് സൃഷ്ടിക്കുന്നു. ചില വ്യവസ്ഥകൾക്ക് വിധേയമായി ചാർജുകളുടെ പ്രവാഹവും ഉണ്ടാകുന്നു. മാഗ്നറ്റിസവും കറന്റുമാണ് ഇന്നു മുതൽ ചർച്ചാ വിഷയം. ആരാണ് ഇതേക്കുറിച്ചെല്ലാം പഠനങ്ങൾ നടത്തിയത്? 1820 യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിലെ ക്രിസ്റ്റ്യൻ ഓയ്സ്റ്റഡ് എന്ന ശാസ്ത്രജ്ഞൻ തന്റെ പരീക്ഷണശാലയിൽ ഒരു കാര്യം നിരീക്ഷിച്ചു. ചാലകം അഥവാ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് അടുത്തു വെച്ചിരിക്കുന്ന കാന്തസൂചി ചലിക്കുന്നുണ്ട്. കറന്റിന്റെ ദിശ മാറ്റുന്നതിനനുസരിച്ച് കാന്തസൂചിയുടെ ഡിഫ്ലക്ഷനും മാറുന്നുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഡെമോൺസ്ട്രേഷൻ ശ്രദ്ധിക്കുക. കാര്യം വ്യക്തമാണെന്ന് കരുതുന്നു. അതായത്, ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ കാന്തിക മേഖല അഥവാ മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമായിട്ട് ഒരു കാന്തിക മേഖല അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, നോക്കൂ, ഇവിടെ 2 കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒന്നില് ഡോട്ട് അല്ലെങ്കിൽ കുത്തിട്ട് മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്തതിൽ ക്രോസ് അഥവാ ഗുണന ചിഹ്നമിട്ട് മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഡോട്ട് എന്താണ്? എ കറന്റ് ഓർ എ ഫീൽഡ് emerging out of the plane of the paper is indicated by a dot. Clear? അങ്ങനെയാണെങ്കിൽ ക്രോസ് എന്താണ്? എ കറന്റ് ഓർ എ ഫീൽഡ് ഗോയിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ എ ക്രോസ്. കൂടുതൽ കാര്യങ്ങൾ വിശദമായി തുടർ ചർച്ചകളിൽ കാണാവുന്നതാണ്. സ്റ്റേഷനറി ചാർജും മൂവിംഗ് ചാർജും സൃഷ്ടിക്കുന്ന ഫീൽഡ് എങ്ങനെയുള്ളതാണ്? സ്റ്റേഷനറി ചാർജ് സൃഷ്ടിക്കുന്ന ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഫോർ എ സ്റ്റേഷനറി ചാർജ് Q in an electric field of intensity E, the force acting is F, which is given by the expression F equal to QE. ഇനി ചാർജസ് മൂവിംഗ് ചാർജസ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനോടൊപ്പം ഒരു മാഗ്നറ്റിക് ഫീൽഡും സൃഷ്ടിക്കുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിനെ സംബന്ധിക്കുന്ന ഏതാനും കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. മാഗ്നറ്റിക് ഫീൽഡ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. അത് സമയത്തിനെയും സ്പേസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. തുടർ ചർച്ചകളിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് എന്നതിനാൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്ക് അടുത്ത ടോപ്പിക്കായ ലോറൻസ് ഫോഴ്സിലേക്ക് കടക്കാം. നേരത്തെ സൂചിപ്പിച്ചു, സ്റ്റേഷനറി ചാർജ് Q കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് E ആണെങ്കിൽ അതിലനുഭവപ്പെടുന്ന ഫോഴ്സ് F ഈക്വൽ ടു QE ആണെന്നാണ്. ഇലക്ട്രിക് ഫീൽഡ് R അല്ലെങ്കിൽ സ്പേസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ഈ Q ചാർജ് മൂവിംഗ് ആണെന്ന് വിചാരിക്കുക. Q ചാർജ് മൂവ് ചെയ്യുന്നത് V വെലോസിറ്റിയിലാണെന്ന് വിചാരിക്കുക. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി B ആണെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ ആ ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്, അതിനെ ഫോഴ്സ് ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് FB എന്ന് പറയും, which is given by the expression F equal to Q into V cross B. ഇവിടെയും ബിയുടെ ബ്രാക്കറ്റിൽ R കാണിച്ചിട്ടുണ്ട്. അത് സ്പേസിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, സോ വി ഹാവ് ടു എക്സ്പ്രഷൻസ് ഫോർ ഫോഴ്സസ്. Force due to stationary charge, which is Fe, and force due to moving charge, which is FB. Clear? അങ്ങനെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരു മൂവിംഗ് ചാർജിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സിനെ പറയുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. The Lorentz force is given by the expression F equal to Fe plus Fb. Values substitute ചെയ്ത് കൊടുക്കുക. Q into E plus Q into V cross B. Okay. ഇവിടെ Q കോമൺ ആണ്. അത് പുറത്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടുന്നത് F equal to Q into E plus V cross B എന്നതായിരിക്കും. അതൊരു വെക്ടർ ആണ്, ഫോഴ്സ് ആണ്, ഫോഴ്സ് വെക്ടർ ആണ്, നമുക്ക് അറിയാവുന്നതാണ്. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ് ഓൺ എ മൂവിംഗ് ചാർജ്, അതിനെയാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ഫോഴ്സിനെ ലോറൻസ് ഫോഴ്സ് എന്ന് പറയും. മാഗ്നറ്റിക് ഫീൽഡ് കാരണം അനുഭവപ്പെടുന്ന ഫോഴ്സ് അല്ലെങ്കിൽ മൂവിംഗ് ചാർജസ് കാരണം അനുഭവപ്പെടുന്ന ഫോഴ്സ്, അതിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ FB ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B എന്നുള്ളതാണ്. വെലോസിറ്റിയും വെക്ടർ ആണ്, മാഗ്നറ്റിക് ഫീൽഡും വെക്ടർ ആണ്. അപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് QVB സൈൻ തീറ്റ എന്നായിരിക്കും. V ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് VB സൈൻ തീറ്റ എന്നതാണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എടുക്കുന്നത്, ഡിറക്ഷൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ FB ഈക്വൽ ടു QVB സൈൻ തീറ്റ. ഇതാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനുള്ള എക്സ്പ്രഷൻ. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാമാണെന്ന് കാണിച്ചിട്ടുണ്ട്, നോക്കിക്കോളൂ. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന് ക്യൂവിലും വിയിലും ബിയിലും ഡിപ്പെൻഡൻസ് ഉണ്ട്. അതായത് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ്, ചാർജ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. പിന്നെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് കാണിച്ചിട്ടുണ്ട്, എന്തെല്ലാമാണെന്ന് നോക്കുക. ദ ഫോഴ്സ് ഓൺ മൈനസ് ക്യൂ ഈസ് ഓപ്പോസിറ്റ് ടു പ്ലസ് ക്യൂ. അത് സാമാന്യ ബോധം വെച്ച് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതായിരിക്കും നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സ്. പിന്നെ റെസ്റ്റിലുള്ള ചാർജസ് ആണ് വിചാരിക്കുന്നതെങ്കിൽ B ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ എന്തുണ്ടാവും? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് 0 ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ F ഈക്വൽ ടു FE മാത്രമേ വരികയുള്ളൂ. ലോറൻസ് ഫോഴ്സിൽ F ഈക്വൽ ടു FE മാത്രമേ വരികയുള്ളൂ. റെസ്റ്റ് ചാർജസിനെ സംബന്ധിക്കുന്നതാണ് V ഈക്വൽ ടു 0 എന്നുള്ള കാര്യം. ഓക്കെ, ഇനി ഈ ചാർജ് ഫീൽഡിന് പാരലൽ ആയിട്ട് മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ചാർജിനും ഫീൽഡിനും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. ചാർജും ഫീൽഡും പാരലൽ ആണെങ്കിൽ തീറ്റ 0 ആയിരിക്കും. സൈൻ 0 വരും. അപ്പോ എന്ത് വരും? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് 0 ആയിട്ട് വരും. ഓക്കെ, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ വാല്യൂ മിനിമം ആകാനുള്ള കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്. എപ്പോഴാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് മാക്സിമം ആകുന്നത്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് മാക്സിമം ആകുന്നത് മൂവിംഗ് ചാർജും ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ടുള്ളപ്പോഴാണ്. When the charge is moving perpendicular to the field, then theta equal to 90 degree, sin 90 equal to 1. Then the magnitude of force is maximum, and that is given by
F maximum equal to QVB. Okay. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ഡിറക്ഷൻ, അതായത് എഫ് ബിയുടെ ഡിറക്ഷൻ എന്ന് പറയുന്നത് വി ക്രോസ് ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അതായത് വിയും ബിയും വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ഉൾക്കൊള്ളുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ഡിറക്ഷൻ ഉണ്ടാവുക. ഓൾറൈറ്റ്, നമ്മൾ ഇനി ഒരു പ്രധാനപ്പെട്ട എക്സ്പ്രഷൻ നോക്കാൻ പോവുകയാണ്. മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫോഴ്സിനുള്ള എക്സ്പ്രഷൻ. കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ നീളം L ആണെന്നിരിക്കട്ടെ, കണ്ടക്ടറിന്റെ ഏരിയ ക്യാപിറ്റൽ A ആണെന്നിരിക്കട്ടെ, അതിലുള്ള മൊബൈൽ ചാർജസ് N ആണെന്നിരിക്കട്ടെ. N is the number of mobile charges per unit volume. ചലിക്കുന്ന ചാർജസ് യൂണിറ്റ് വോളിയത്തിലുള്ളത് സ്മോൾ n ആണെന്നിരിക്കട്ടെ. ഈ മൂവിംഗ് ചാർജസിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി VD ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ഇൻ ദ കണ്ടക്ടർ എത്രയായിരിക്കും? ദാറ്റ് ഈസ് NaL ആയിരിക്കും. N number of mobile charges per unit volume, A area of the conductor, L length of the conductor. Okay. ഇനി ഓരോ കാരിയറിന്റെയും ചാർജ് Q വീതമാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? ടോട്ടൽ ചാർജ് ക്യാപിറ്റൽ Q ഈക്വൽ ടു Q ഇൻറ്റു NaL ആയിരിക്കും. ഓക്കെ, ഇതെല്ലാം കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ ഇക്വേഷനെ ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യുന്നു. ഒരു മാഗ്നറ്റിക് ഫീൽഡ് മൂവിംഗ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമുക്കറിയാം. അങ്ങനെ മൂവിംഗ് ചാർജിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിനുള്ള എക്സ്പ്രഷൻ എന്താണ്? F ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B. ഇവിടെ Q എന്നത് ടോട്ടൽ ചാർജ് ആണ് എടുക്കേണ്ടത്. V ഡ്രിഫ്റ്റ് വെലോസിറ്റി VD ആണ്. B മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. ഓക്കെ, സോ F ഈക്വൽ ടു Q ഇൻറ്റു VD ക്രോസ് B എന്ന് എഴുതാവുന്നതാണ്. Qന്റെ വാല്യൂ ഇക്വേഷൻ 1ൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോ എക്സ്പ്രഷൻ കിട്ടുക F ഈക്വൽ ടു NaL Q VD ക്രോസ് B എന്നായിരിക്കും. മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് കറന്റ് ഡെൻസിറ്റി എന്താണെന്നും കറന്റ് എന്താണെന്നും പരിശോധിക്കാം. കറന്റ് ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ നമുക്ക് അറിയാവുന്നതാണ്. കറന്റ് ഡെൻസിറ്റി ഈക്വൽ ടു NQVD. അതാണ് കറന്റ് ഡെൻസിറ്റി J. നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കറന്റ് ഡെൻസിറ്റിയെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? കറന്റ് ഫ്ലോയിങ് ത്രൂ ദി കണ്ടക്ടർ കിട്ടും. സോ magnitude of NQVD into A gives the current through the conductor. Okay, so equation 2 can be rewritten as F equal to I into L cross B. നമുക്കറിയാം I എന്നുള്ളത് കറന്റ്, അതൊരു സ്കേലർ ക്വാണ്ടിറ്റി ആണ്. ഇവിടെ വെക്ടേഴ്സ് ആയിട്ട് വരുന്നത് Lഉം Bയുമാണ്. ഓക്കെ, ആ കണ്ടക്ടറിന്റെ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ അതൊരു വെക്ടർ ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ L ക്രോസ് B യെ എക്സ്പാൻഡ് ചെയ്ത് മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ കിട്ടുക F ഈക്വൽ ടു ILB സൈൻ തീറ്റ എന്നായിരിക്കും. L ക്രോസ് B ഈസ് LB സൈൻ തീറ്റ, മാഗ്നിറ്റ്യൂഡ് മാത്രം. So magnetic force on a current carrying conductor, the magnitude is obtained here as F equal to ILB sin theta. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഫോഴ്സിന്റെ മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും പറയാൻ സാധിക്കും. തീറ്റ 0 ആയിരിക്കുമ്പോ മാഗ്നറ്റിക് ഫോഴ്സ് മിനിമം ആയിരിക്കും. തീറ്റ 90 ഡിഗ്രി ആയിരിക്കുമ്പോ മാഗ്നറ്റിക് ഫോഴ്സ് മാക്സിമം ആയിരിക്കും. അതിന്റെ വാല്യൂ
ILB ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് പറയാനാവുക ഫോഴ്സ് ഈസ് ആക്ടിംഗ് പെർപെൻഡിക്കുലർ ടു ബോത്ത് കറന്റ് എലിമെന്റ്. കറന്റ് എലിമെന്റ് ആണ് നമ്മുടെ വെക്ടർ ആയിട്ട് L എന്ന് എടുക്കുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സോ ഫോഴ്സ് F ഈക്വൽ ടു I ഇൻറ്റു L ക്രോസ് B ആണ്. ബയോട്ട് സാവാർട്ട് ലോ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കൂളോംസ് ലോയ്ക്ക് ഇക്വലന്റ് ആണ്. മാഗ്നറ്റിസത്തിലെ കൂളോംസ് ലോയ്ക്ക് ഇക്വലന്റ് ആയിട്ട് ഉള്ള നിയമമാണ് ബയോട്ട് സാവാർട്ട് ലോ. ഇതൊരു കറന്റ് ക്യാരിയിങ് എലിമെന്റ് കാരണം എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. നമുക്ക് കൂളംസ് ലോ അറിയാം. ഫ്രീ സ്പേസിൽ F ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇതൊരു ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണെന്നറിയാം. സ്റ്റാറ്റിക് ചാർജസ് ആണ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഇവിടെ സ്റ്റാറ്റിക് ചാർജസിന് പകരം ഇവിടെ എടുക്കുന്നത് കറന്റ് ക്യാരിയിങ് എലിമെന്റ് ആണ്. കറന്റ് ക്യാരിയിങ് എലിമെന്റ് എന്നെടുക്കാൻ കാരണം പ്രാക്ടിക്കൽ ആയിട്ട് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഈ കറന്റ് ക്യാരിയിങ് എലിമെന്റ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഒന്നുമില്ല, പക്ഷെ ഇതൊരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ജനറലൈസ് ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇത് ഡിസ്കഷനെ വളരെ എളുപ്പമാക്കും. കറന്റ് ക്യാരിയിങ് എലിമെന്റ് ഓഫ് ലെങ്ത് DL എന്നെടുക്കുന്നത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിസ്കഷനെ എളുപ്പത്തിലാക്കും എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒരു കറന്റ് ക്യാരിയിങ് എലിമെന്റ് കാണിച്ചിട്ടുണ്ട്. IDL ആണത്. ആ എലിമെന്റിന്റെ നീളമാണ് DL എന്ന് പറയുന്നത്. R കാണിച്ചിട്ടുണ്ട്, തീറ്റ കാണിച്ചിട്ടുണ്ട്, പോയിന്റ് P കാണിച്ചിട്ടുണ്ട്. P എന്ന പോയിന്റിൽ കറന്റ് ക്യാരിയിങ് എലിമെന്റ് DL കാരണം എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതാണ് നമ്മുടെ ബയോട്ട് സാവാർട്ട് ലോ പറയുന്നത്. ഈ DL കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എലിമെന്റൽ മാഗ്നറ്റിക് ഫീൽഡ് DB ആണെന്നിരിക്കട്ടെ. കാൽക്കുലസിന്റെ ഭാഷയാണ് കേട്ടോ ഇത്. ആ DB എന്തിനെല്ലാം ആശ്രയിക്കും? കറന്റിനെ ആശ്രയിക്കും. കറന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ലെങ്ത് ഓഫ് ദി എലിമെന്റ് DLന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. തീറ്റ സൈൻ തീറ്റ വാല്യൂവിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഡിസ്റ്റൻസ് Rന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്താണ് സൈൻ തീറ്റ? സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി കറന്റ് എലിമെന്റ് ആൻഡ് ദി ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ R ടു ദ പോയിന്റ് P. അതാണ് ഏത് സൈൻ തീറ്റ എന്ന് പറയുന്നത്. തീറ്റ മാർക്ക് ചെയ്തിട്ടുണ്ട് നോക്കുക. നമുക്ക് ബയോട്ട് സാവാർട്ട് ലോ ഇങ്ങനെ പറയാം: DB പ്രൊപ്പോർഷണൽ ടു IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ R². പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഫ്രീ സ്പേസിൽ ഉള്ള കോൺസ്റ്റന്റ് ആണ് μ0 ഡിവൈഡഡ് ബൈ 4π. അപ്പോ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെയായിരിക്കും കിട്ടുക: DB ഈക്വൽ ടു μ0 ബൈ 4π IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ R². ഓക്കെ, അപ്പൊ സൈൻ തീറ്റ വരുമ്പോ നമുക്കറിയാം അതൊരു ക്രോസ് പ്രോഡക്റ്റ് ആയിരിക്കും എന്നല്ലേ. ഇപ്പൊ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് IDLന്റെയും Rന്റെയും ക്രോസ് പ്രോഡക്റ്റ് ആയിട്ടായിരിക്കും വരിക. IDL എന്ന് പറഞ്ഞാൽ കറന്റ് ക്യാരിയിങ് എലിമെന്റ്, അതാണ് IDL. ക്രോസ് R, അവ രണ്ടും വെക്ടേഴ്സ് ആണ്. IDLും വെക്ടറാണ്, അതുപോലെ Rഉം വെക്ടറാണ്. അപ്പോ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോ ഇങ്ങനെ എഴുതാൻ പറ്റും: DB ഈക്വൽ ടു μ0 ബൈ 4π IDL ക്രോസ് R ഡിവൈഡഡ് ബൈ R³ എന്നുള്ളത്. ഓക്കെ, ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് μ0 ബൈ 4π ആണെന്ന് പറഞ്ഞു. അതിന്റെ വാല്യൂ 10⁻⁻7 ടെസ്ല മീറ്റർ ആംബിയർ റേസ് ടു -1 ആണ്.
കോൺസ്റ്റന്റ് μ0 ഉണ്ട്. ആ കോൺസ്റ്റന്റ് μ0 പറയുന്ന പേര് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ്, അല്ലെങ്കിൽ എയർ. അതിന്റെ വാല്യൂ 4π×10⁻⁻7 ഹെൻറി പെർ മീറ്റർ ആണ്. ഹെൻറി പെർ മീറ്റർ. ഓക്കെ. ഇനി ഒരു മീഡിയത്തിലാണെങ്കിൽ മീഡിയത്തിന്റെ പെർമിയബിലിറ്റി കൂടി പറയേണ്ടതായിട്ട് വരും. μr. മീഡിയത്തിലാണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും: dB = μ0 μr / 4π IDL sin θ / r² എന്നായിരിക്കും. μr എന്നത് മീഡിയം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. അതിനെ പറയുന്ന പേര് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്നാണ്. എയറിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ. നമുക്ക് കൂളംസ് ലോയും ബയോട്ട് സാവർട്ട് ലോയും കമ്പയർ ചെയ്യാം. കൂളംസ് ലോ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ചാർജസിനെ സംബന്ധിക്കുന്നതാണ്, സ്റ്റാറ്റിക് ചാർജസിനെ സംബന്ധിക്കുന്നതാണ്. ബയോട്ട് സാവർട്ട് ലോ മാഗ്നറ്റിസത്തില് കറന്റ് ക്യാരിയിങ് എലിമെന്റിനെ സംബന്ധിക്കുന്ന നിയമമാണ്. രണ്ടും ഇൻവേഴ്സ് സ്ക്വയർ ലോസ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഓർക്കുക. കൂളംസ് ലോ എന്താ പറയുന്നത്? F = 1/4πε0 Q1 Q2 / r². ബയോട്ട് സാവർട്ട് ലോ പറയുന്നത് എലിമെന്റൽ മാഗ്നറ്റിക് ഫീൽഡ് dB = μ0/4π IDL sin θ / r². രണ്ടിടത്തും r² ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഫോഴ്സ് വരുന്നത്. ഇലക്ട്രിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, അതുപോലെ dB മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്നതും. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? E = F/Q എന്നാണ്. യൂണിറ്റ് ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുക. ആ ഇലക്ട്രിക് ഫീൽഡ് ഒരു സ്കേലാർ സോഴ്സ് കാരണമുള്ളതാണ്. നമ്മുടെ സ്കേലാർ സോഴ്സ് ആണ് ഇലക്ട്രിക് ചാർജ്. ഓക്കെ. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി പറയുന്നത് ഒരു വെക്റ്റർ സോഴ്സ് കാരണമാണ്. നമ്മുടെ വെക്റ്റർ സോഴ്സ് ആണ് IDL, കറന്റ് ക്യാരിയിങ് എലിമെന്റ്. IDL എന്നത് അതൊരു വെക്റ്റർ സോഴ്സ് ആണ്. ക്ലിയർ? ഇനി ഇലക്ട്രിക് ഫീൽഡ് പറയുന്നത് it is along the displacement vector joining the source and the point എന്നാണ്. മാഗ്നറ്റിക് ഫീൽഡ് അത് പെർപെൻഡിക്കുലർ ടു DL and R ആണ്. ഡയഗ്രാം ഓർത്താൽ മതി, ഇക്കാര്യം മനസ്സിലാക്കാൻ പറ്റും. നാലാമത്തെ പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് ചാർജിന് സറൗണ്ടിങ് ആയിട്ട് എല്ലായിടത്തും പ്രസന്റ് ആയിരിക്കും. ബയോട്ട് സാവർട്ട് ലോ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അലോങ് ദി ഡിറക്ഷൻ ഓഫ് ദി കറന്റ് എലിമെന്റ് ആണ്. ഓക്കെ. θ0 ആവുകയാണെങ്കിൽ എന്തായിരിക്കും? dBയുടെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ. സോ ആംഗുലർ ഡിപ്പെൻഡൻസ് ഉള്ളതാണ് ബയോട്ട് സാവർട്ട് ലോയ്ക്ക്. പക്ഷെ കൂളംസ് ലോ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ചാർജിനെ സറൗണ്ട് ചെയ്ത് ഉള്ളതാണ്. ഓക്കെ. ഇതാണ് 4 പ്രധാനപ്പെട്ട പോയിന്റ്സ് കൂളംസ് ലോയും ബയോട്ട് സാവർട്ട് ലോയും സംബന്ധിച്ച് പറയാനുള്ളത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു സർക്കുലർ ലൂപ്പാണുള്ളത്. ആ സർക്കുലർ ലൂപ്പ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി P എന്ന പോയിന്റിൽ എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. സർക്കുലർ ലൂപ്പിന്റെ ആക്സിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, എക്സ് ആക്സിസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എക്സ് എന്ന ദൂരം കാണിച്ചിട്ടുണ്ട്. അതായത് സർക്കുലർ ലൂപ്പിന്റെ സെന്ററിൽ നിന്നും P എന്ന പോയിന്റിലേക്കുള്ള ദൂരമാണ് എക്സ് എന്നുള്ളത്. CD 2 പോയിന്റ്സ് കാണിച്ചിട്ടുണ്ട്. ആ 2 പോയിന്റുകളിലാണ് എലിമെന്റൽ ലെങ്ത് DL എടുക്കുന്നത്. എലിമെന്റൽ ലെങ്ത്തിന്റെ ഭാഗത്ത് നിന്ന് P എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാൽ DLഉം Rഉം എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആക്സിസില് P എന്ന പോയിന്റ് സ്ഥാനം എവിടെയായിരുന്നാലും, എക്സ് ആക്സിസില് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നതില് ഏത് പോയിന്റിൽ ആയിരുന്നാലും, OX എന്ന ആക്സിസിൽ എവിടെയായിരുന്നാലും DLഉം Rഉം പെർപെൻഡിക്കുലർ ആയിരിക്കും.
അപ്പോ നമ്മുടെ ബയോട്ട് സാവർട്ട് ലോയുടെ ഇക്വേഷൻ dB ഈക്വൽ ടു μ0/4π IDL sin θ by r സ്ക്വയർ. അത് sin θ sin 90 ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെയാകുമ്പോൾ dBയുടെ ഇക്വേഷൻ വരിക μ0/4π IDL by r സ്ക്വയർ എന്നായിരിക്കും. ഓക്കെ, ഈ ഒരു പോയിന്റ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോ ഇക്വേഷൻ 2 ആ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. DLഉം Rഉം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതാണ് ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ 2 നമുക്ക് എടുക്കാൻ പറ്റും. dB ഈക്വൽ ടു μ0/4π IDL sin θ by r സ്ക്വയർ എന്നുള്ളത് dB ഈക്വൽ ടു μ0/4π IDL by r സ്ക്വയർ എന്നാകുന്നതാണ്. ഡയഗ്രാം ശ്രദ്ധിക്കുക. CP എന്ന ഡിസ്റ്റൻസും സ്മോൾ r ആണ്. അതുപോലെ DP എന്ന ഡിസ്റ്റൻസും സ്മോൾ r ആണ്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കാനുള്ളത് C എന്ന പോയിന്റിലെ എലിമെന്റൽ ലെങ്ത് DL എടുത്താലും D എന്ന പോയിന്റിലെ എലിമെന്റൽ ലെങ്ത് DL എടുത്താലും എലിമെന്റൽ ലെങ്തും ആറും DBയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, DL, R and DB are mutually perpendicular to each other. നമുക്ക് ബയോട്ട് സാവർട്ട് ലോയുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയാവുന്ന വാല്യൂസിലേക്ക് മാറ്റി എഴുതണം. സ്മോൾ r എത്രയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. അറിയുന്ന വാല്യൂസ് ഇതൊക്കെയാണ്. സർക്കുലർ ലൂപ്പിന്റെ റേഡിയസ് ക്യാപിറ്റൽ R അറിയാം. അതുപോലെ സർക്കുലർ ലൂപ്പിൽ നിന്നും ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണോ കണ്ടുപിടിക്കേണ്ടത്, അതായത് ഇവിടുത്തെ P എന്ന പോയിന്റ്, അവിടേക്കുള്ള ഡിസ്റ്റൻസുമാണ് നമുക്ക് അറിയാവുന്നത്. ആറും ക്യാപിറ്റൽ ആറും എക്സും ആണ് അറിയാവുന്നത്. സ്മോൾ r എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അങ്ങനെയാകുമ്പോ നമുക്ക് വേണ്ടത് dB ഈക്വൽ ടു μ0/4π IDL by സ്മോൾ r സ്ക്വയർ എന്നുള്ള ഇക്വേഷനിൽ സ്മോൾ r സ്ക്വയറിന് പകരം അറിയുന്ന ടേംസിലേക്ക് മാറ്റി എഴുതണം. ഇവിടെ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പരിഗണിക്കാം. COP എന്നുള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പരിഗണിക്കുമ്പോൾ സ്മോൾ r സ്ക്വയർ ഈക്വൽ ടു ക്യാപിറ്റൽ R സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടുന്നതായിരിക്കും. ആ സ്മോൾ r സ്ക്വയറിന്റെ വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ DBയുടെ വാല്യൂ കിട്ടുന്നത് μ0/4π ഇൻറ്റു IDL by എക്സ് സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ R സ്ക്വയർ എന്നായിരിക്കും. ഓക്കെ, ഇനി ഈ സർക്കുലർ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോഴുള്ള എലിമെന്റൽ ലെങ്ത് DL കാരണം C എന്ന പോയിന്റിലെ എലിമെന്റൽ ലെങ്ത് കാരണം പിയിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയും പരിഗണിക്കണം. D എന്ന പോയിന്റിലെ എലിമെന്റൽ ലെങ്ത് കാരണം P എന്ന പോയിന്റിൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയും പരിഗണിക്കണം. ഓക്കെ, നേരത്തെ സൂചിപ്പിച്ചു DLഉം Rഉം DBയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നതെന്ന്. അങ്ങനെയാകുമ്പോൾ C എന്ന പോയിന്റിലെ എലിമെന്റൽ ലെങ്ത് കാരണമുള്ള DBയും ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. D എന്ന പോയിന്റിലെ കറന്റ് ക്യാരിയിങ് എലിമെന്റ് കാരണം P എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതിനെ നമുക്ക് DB വാല്യൂസിനെ 2 DB വാല്യൂസ് ഉണ്ട്. ആ 2 DB വാല്യൂസിനെയും റിസോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, തീറ്റ എന്നുള്ള ആംഗിള് കാണിച്ചിട്ടുണ്ട്. അപ്പോ റിസോൾവ് ചെയ്യുമ്പോ C എന്ന പോയിന്റിലെ കറന്റ് ക്യാരിയിങ് എലിമെന്റ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ റിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് DBX along X ആക്സിസ് ആയിരിക്കും ആൻഡ് DB1 along Y ആക്സിസ് ആയിട്ടായിരിക്കും കിട്ടുക. Y ആക്സിസ് അപ്വേർഡ് ആയിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, ഇനി D എന്ന പോയിന്റിലെ കറന്റ് ക്യാരിയിങ് എലിമെന്റ് കാരണം P എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി DB ആണെന്നിരിക്കട്ടെ. അപ്പോൾ അതിനെയും നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. DBX along the X axis and DB1 താഴത്തേക്ക് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ മുകളിലേക്ക് ഒരു DB1 ഉണ്ട്, താഴത്തേക്ക് ഒരു DB1 വാല്യൂസ് ഉണ്ടായിരിക്കും. ഈ 2 വാല്യൂസും കൂടി ക്യാൻസൽ ചെയ്തു പോകുന്നതാണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാനുള്ളത് സർക്കുലർ ലൂപ്പ് കാരണമുള്ള കറന്റ് ക്യാരിയിങ് എലിമെന്റ് എവിടെ എടുത്താലും
ഏത് പോയിന്റില് എലിമെന്റൽ ലെങ്ത് dl എടുത്തു കഴിഞ്ഞാലും അത് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എക്സ് ആക്സിസിലേക്ക് മാത്രമേ വരികയുള്ളൂ. അതായത് ഡിബിയുടെ കോസ് കമ്പോണന്റ് മാത്രമേ വരികയുള്ളൂ. വൈ ആക്സിസിലെ കമ്പോണന്റ് സൈൻ കമ്പോണന്റ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് അപ്വേർഡും ഡൗൺവേർഡും ആയിട്ട് വരുന്നത് കൊണ്ട് അവ ക്യാൻസൽ ചെയ്തു പോകും. അപ്പോ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് ആക്സിസിലുള്ള dbx കമ്പോണന്റിനെ ഇന്റഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. dbx കമ്പോണന്റ് എന്ന് പറയുന്നത് db കോസ് തീറ്റയാണ്. ഓക്കെ, തീറ്റ വാല്യൂ കാണിച്ചിട്ടുണ്ട്. ഇവിടെ 90 മൈനസ് തീറ്റയും കാണിച്ചിട്ടുണ്ട്. COP എന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പരിഗണിക്കാം. അതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് കോസ് തീറ്റ ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റ എന്നുള്ളതാണ്. സൈൻ 90 മൈനസ് തീറ്റ എത്രയാണെന്ന് നമുക്കറിയാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്നുള്ളതാണ്. എക്സ് സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ R സ്ക്വയർ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സൈൻ 90 മൈനസ് തീറ്റ ഈക്വൽ ടു ക്യാപിറ്റൽ R ബൈ എക്സ് സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ R സ്ക്വയർ ഹോൾ റേസ് ടു 1/2. ഓക്കെ, അങ്ങനെയാകുമ്പോ ഇനി ഇക്വേഷനിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി B ഈക്വൽ ടു ഇന്റഗ്രൽ μ0 ബൈ 4π ഇൻറ്റു IDL ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. അതുവരെ നമുക്കറിയാം. ഇനി കോസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, വിച്ച് ഈസ് r ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 1/2. ഏതെല്ലാം വാല്യൂസ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരുന്നത് ആകെപ്പാടി എലിമെന്റൽ ലെങ്ത് മാത്രമാണ്. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം സ്മോൾ എക്സ് ആയാലും ക്യാപിറ്റൽ R ആയാലും അതെല്ലാം ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ സംബന്ധിച്ച് സർക്കുലർ ലൂപ്പിനെ സംബന്ധിച്ച് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അങ്ങനെ ആയതുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരിക ആകെപ്പാടെ എലിമെന്റൽ ലെങ്ത് dl ആണ്. എലിമെന്റൽ ലെങ്ത് മൊത്തം കൂട്ടിയെടുക്കുമ്പോൾ കിട്ടുന്നത് എത്രയായിരിക്കും? സർക്കുലർ ലൂപ്പ് ആയതുകൊണ്ട് 2πr ആയിരിക്കും. വേർ ക്യാപിറ്റൽ R ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കുലർ ലൂപ്പ്. അപ്പോ നമുക്ക് ഇന്റഗ്രൽ dl ഉള്ളതിന് പകരം 2πr എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഡിനോമിനേറ്ററിൽ വരുന്ന എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയറും എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 1/2 അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്നായിരിക്കും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് B ആസ് μ0 IR ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 ഇൻറ്റു 2πr. സിംപ്ലിഫിക്കേഷൻസ് കൊടുത്തു കഴിയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ കിട്ടുക μ0 IR സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2. അതെങ്ങോട്ടായിരിക്കും? എലോങ് ദി എക്സ് ആക്സിസ്. ഈ ഡയഗ്രാം പ്രകാരം എലോങ് ദി എക്സ് ആക്സിസ് ആയിരിക്കും അതിന്റെ മൂല്യം വരുന്നത്. ക്ലിയർ? B ഈക്വൽ ടു μ0 IR സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്ന ഇക്വേഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദി ആക്സിസ് ഓഫ് എ സർക്കുലർ കറന്റ് ലൂപ്പ് അതിന്റെ ജനറൽ എക്സ്പ്രഷൻ ആണ്. ആക്സിസില് ഏത് പോയിന്റിലാണോ എക്സ് വരുന്നത്, ഏത് പോയിന്റിലാണോ നമ്മൾ എക്സ് ഡിസ്റ്റൻസ് കണക്കാക്കുന്നത്, അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ കിട്ടുന്നതായിരിക്കും. സർക്കുലർ ലൂപ്പിന്റെ റേഡിയസ് അറിയാമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാം ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇനി അറ്റ് ദ സെന്റർ ഓഫ് ദ ലൂപ്പ് ദ വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 0. അങ്ങനെ ആവുമ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? B ഈക്വൽ ടു μ0 IR സ്ക്വയർഡ് ബൈ 2r³ എന്നായിരിക്കും, അല്ലെങ്കിൽ μ0 I ബൈ 2r എന്നുള്ളതായിരിക്കും. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത് ഒരൊറ്റ ചുറ്റാണ് സർക്കുലർ ലൂപ്പിനുള്ളതെന്ന് അസ്യൂം ചെയ്തിട്ടാണ്. നമ്മുടെ ലൂപ്പില് n ടേൺസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ, n ചുറ്റുകൾ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ B ഈക്വൽ ടു μ0 NI ബൈ 2r ആയിരിക്കും. ഡിസ്കഷൻ തുടങ്ങിയപ്പോ ഒരു കാര്യം പ്രധാനമായിട്ട് പറഞ്ഞു, DL ഉം R ഉം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് DB വരുന്നതെന്ന്. ഇത് മൂന്നും ഏത് റൂളിന്റെ പിൻബലത്തോടു കൂടിയാണ് പറഞ്ഞത്?
റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് മുകളിലേക്ക് വരത്തക്ക രീതിയിൽ ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ തമ്പിന്റെ ഡിറക്ഷൻ സൂചിപ്പിക്കുക ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. നമ്മുടെ ഫിംഗേഴ്സ് 4 ഫിംഗേഴ്സ് ഉണ്ടല്ലോ, ഫിംഗേഴ്സ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റുന്നതാണ്, കേൾ ചെയ്യിക്കാൻ പറ്റുന്നതാണ്. അപ്പോ ആ ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന ഡിറക്ഷൻ എന്ന് പറയുന്നത് ഡിറക്ഷൻ ഓഫ് കറന്റ് ആയിരിക്കും. ഓക്കെ, സോ എലോങ് ദി ഫിംഗേഴ്സ് ആയിട്ടായിരിക്കും ആർ എടുക്കുക. അങ്ങനെ വരുമ്പോൾ ആർ ഡി എൽ ഡി ബി ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്നുള്ളത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ തമ്പിന്റെ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെയും ഫിംഗേഴ്സിന്റെ കേളിംഗ് കാണിക്കുന്നത് ഡിറക്ഷൻ ഓഫ് കറന്റിനെയും ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. കൂളംസ് ലോയും ഗോസസ് ലോയും അടിപൊളിയായി പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ പഠിക്കണം. എന്തിനാണ് കൂളംസ് ലോ പ്രയോജനപ്പെടുത്തുന്നത്? ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ക്യാൻ ബി ഡിറ്റർമിൻഡ് യൂസിംഗ് കൂളംസ് ലോ. ചാർജ് ഡിസ്ട്രിബ്യൂഷന് സിമ്മട്രി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഗോസസ് തിയറം ഉപയോഗിച്ച് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനാവും അല്ലേ? മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ഈ ചാപ്റ്ററില് അതിന്റെ 3ാമത്തെ ക്ലാസ്സില് ബയോട്ട് സാവർട്ട് ലോ ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറും പഠിച്ചതാണ്. ബയോട്ട് സാവർട്ട് ലോ കൊണ്ട് എന്താണ് പ്രയോജനം? മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കറന്റ്സ് can be found out using ബയോട്ട് സാവർട്ട് ലോ. സിമ്മട്രിക് കറന്റ് ഡിസ്ട്രിബ്യൂഷൻസ് കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഹോപ്പ് യു റിമെമ്പർ ദ കൺസെപ്റ്റ് ഓഫ് കറന്റ് ക്യാരിയിങ് എലിമെന്റ് IDL. മുൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് I വെക്ടർ DL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രോഡക്റ്റ് എടുക്കുന്നത്. സ്വതന്ത്രമായ നിലനിൽപ്പില്ലാത്ത എന്നാൽ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ഭാഗമായ സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് കറന്റ് ക്യാരിയിങ് എലിമെന്റ് IDL. അതൊരു വെക്ടർ ആണ്. ഏത് ആർബിട്രറി ഷേപ്പുള്ള ചാലകം അഥവാ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആയിരുന്നാലും അതിനെ കുട്ടി DLകളായിട്ട് പരിഗണിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എളുപ്പത്തിൽ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അതാണ് DL വെക്ടർ DLന്റെ പ്രത്യേകത എന്നുള്ളത്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും പാം റൂളും പ്രയോജനപ്പെടുത്തി മാഗ്നറ്റിക് ഫീൽഡിന്റെയും കറന്റിന്റെയും ഡിറക്ഷൻ കണ്ടെത്താമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഒരു കറന്റ് ക്യാരിയിങ് വയർ വലത്തെ കൈയിൽ തമ്പിനോടൊപ്പം നീളത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ തമ്പ് അഥവാ തള്ളവിരൽ കറന്റിന്റെ ഡിറക്ഷനിലായിരിക്കും. മടക്കിയ 4 വിരലുകൾ ഒരുമിച്ച് ചേർത്ത് ചിത്രത്തിൽ കാണുന്നത് പോലെ കറക്കിയാൽ ഫോൾഡഡ് ഫിംഗർ സൂചിപ്പിക്കുന്നത് ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ദി കണ്ടക്ടർ ആയിരിക്കും. ഇതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. സ്റ്റേറ്റ്മെന്റ് പഠിക്കണം, നോക്കിക്കോളൂ. Grasp the wire in the right hand with the stressed thumb pointing in the direction of the current. Then the folded fingers represent the direction of the magnetic field around the conductor. കണ്ടക്ടറിൽ കറന്റിന്റെ ഡിറക്ഷൻ ചുവന്ന നിറത്തിലുള്ള അപ്വേർഡ് ആരോ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. അത് കാരണമുള്ള കോൺസെൻട്രിക് സർക്കിൾസിലെ
വിവിധ പോയിന്റുകളിലെ മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ പ്രകാരം ടാൻജൻഷ്യലായി ഇൻവേർഡ്സും ഔട്ട്വേർഡ്സുമായിട്ട് കാണിച്ചിരിക്കുന്നത് മനസ്സിലാക്കണം. ഓക്കെ, നമ്മുടെ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡ് കോൺസെൻട്രിക് സർക്കിൾസിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നൗ ലെറ്റ് us discuss Ampere's circuital law. ഒരു കറന്റ് ക്യാരിയിങ് എലിമെന്റ് വെക്ടർ dl കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ b ആണെങ്കിൽ the line integral of the magnetic field around the closed loop is equal to mu 0 times the total current through the surface. ഇതാണ് Ampere's circuital lawയുടെ statement. Integral over the closed curve vector b dot vector dl is equal to mu 0 times the total current passing through the surface. ഇവിടെ ഒരു പപ്പടവും കോലും പോലെ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അത് വായിക്കേണ്ടത് ഇന്റഗ്രൽ ഓവർ ദി ക്ലോസ്ഡ് ലൂപ്പ് എന്നാണ്. നമ്മൾ പറഞ്ഞു സിമെട്രി ഉള്ള കറന്റ് ഡിസ്ട്രിബ്യൂഷൻ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എളുപ്പത്തിൽ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ ഉപയോഗിച്ച് കണ്ടെത്താനാവുമെന്ന്. നമുക്കൊരു ലോങ് വയർ ഉണ്ട്, കറന്റ് ക്യാരിയിങ് വയർ ആണ്. കറന്റ് ഈസ് ക്യാപിറ്റൽ I ത്രൂ ദി വയർ. വയറിന്റെ ആക്സിസിൽ നിന്നും സ്മോൾ r അകലത്തിൽ T എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടെത്താനുള്ളത്. തൊട്ടു മുൻപ് സൂചിപ്പിച്ചത് ഓർക്കുക. എവ്രി വയർ ഇൻ ദി ലൂപ്പ് the magnetic field is tangential and hence integral over the closed loop vector b dot vector dl is equal to mu 0 I. ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ളത് എലിമെന്റൽ ലെങ്ത് ആണ്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ b into integral over the closed loop dl equal to mu 0 I. Over the loop, the total length for a circle is 2 pi r. 2 pi r. അത് നമുക്കറിയാവുന്ന വാല്യൂ ആണ്. Therefore, b into 2 pi r equal to mu 0 I or b equal to mu 0 I by 2 pi r. Clear? നമുക്ക് മനസ്സിലാക്കിയെടുക്കാനാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാഗ്നറ്റിക് ഫീൽഡിന് സിലിണ്ടറിക്കൽ സിമെട്രി ആണുള്ളത്. രണ്ടാമത്തെ പോയിന്റ്, മാഗ്നറ്റിക് ഫീൽഡ് is inversely proportional to the distance r. So we have magnetic field of constant magnitude forming concentric circles as shown in the diagram. Okay, ഡയഗ്രത്തിൽ നിന്ന് കോൺസെൻട്രിക് സർക്കിൾസും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷനും വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇൻവേർഡും ഔട്ട്വേർഡും എല്ലാം കാണിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ് ആയിട്ടുള്ളതും ഔട്ട്വേർഡ്സ് ആയിട്ടുള്ളതും ടാൻജൻഷ്യൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. തേർഡ് പോയിന്റ് എന്താന്ന് വെച്ചാൽ as current increases magnetic field also increases. എന്തുകൊണ്ടാണത്? b equal to mu 0 I by 2 pi r അല്ലേ? അപ്പോ കറന്റ് കൂടുതലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും കൂടുതലായിരിക്കും. ഓക്കെ, now let us analyze this equation. Let us compare this equation with the electric field due to an infinitely long, straight, uniformly charged wire. എക്സ്പ്രഷൻ എന്തായിരുന്നു? E equal to lambda by 2 pi epsilon 0 r. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഇക്വേഷനും b equal to mu 0 I by 2 pi r. mu 0 പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴേക്കും b equal to mu 0 by 4 pi into 2I by r. രണ്ട് ഇക്വേഷൻസ് പരിഗണിക്കാം. ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും. ഇലക്ട്രിക് ഫീൽഡിന്റെ ലാംഡ ബൈ 2 പൈ എപ്സിലോൺ 0 r. മാഗ്നറ്റിക് ഫീൽഡിന്റെ b ഈക്വൽ ടു mu 0 by 4 pi 2I by r. ഈ രണ്ട് ഇക്വേഷൻസും ഐഡന്റിക്കൽ ഇക്വേഷൻസ് ആണ്. കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ്. ഓക്കെ, ഐ തിങ്ക് യു ആർ ഓൾ റൈറ്റ്.
ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള ചുറ്റു കോയിലിനെയാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. എന്ന് വെച്ചാൽ അതിൽ കൂടി കറന്റ് കടത്തിവിടുമ്പോൾ കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കപ്പെടും. സോളിനോയിഡിന് ഹെലിക്കൽ ആകൃതിയാണുള്ളത്. ഈ ഷേപ്പ് നോക്കുക. നിയന്ത്രിതമായ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, അതായത് കൺട്രോൾഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ വോളിയം ഓഫ് സ്പേസ് അവിടെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് സോളിനോയിഡ് ഉപയോഗിക്കുന്നത്. We are doing the most important derivation in Ampere's circuital law, that is finding the magnetic field inside a solenoid. ചുറ്റുകോയിലുകളാണുള്ളതെന്ന് പറഞ്ഞു. ഓരോ ചുറ്റുകോയിലുകളും വൃത്താകാരത്തിലുള്ളതാണ്, അതായത് സർക്കുലർ ആണ്. ഡിഫറെന്റ് ടേൺസ് ഉണ്ട്, പക്ഷെ അവ പരസ്പരം സ്പർശിക്കുന്നില്ല. അവയിൽ കൂടി കറന്റ് പ്രവഹിക്കുന്നുണ്ട്. എനി വൺ ടേൺ ഈസ് എ സർക്കിൾ. ഇഫ് എ കറന്റ് ഈസ് പാസിംഗ് ത്രൂ എ സർക്കുലർ കണ്ടക്ടർ, വി നോ ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ. കോയിലുകള് അടുത്തടുത്തായി പരസ്പരം സ്പർശിക്കാത്ത രീതിയിലായതിനാൽ കറന്റ് കടത്തിവിടുമ്പോൾ കോയിലിനകത്തുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം ആയിരിക്കും. ഇക്കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. കോയിലിനകത്ത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും സൃഷ്ടിക്കപ്പെടുന്നത്. Along the axis of the solenoid, the magnetic field is straight. സോളിനോയിഡിനകത്തെ മാഗ്നറ്റിക് ഫീൽഡ് ചെമ്മന്ന സ്ട്രെയിറ്റ് ലൈൻ ആരോ വെച്ച് കാണിച്ചിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ് തംബ് റൂൾ പ്രകാരം മാഗ്നറ്റിക് ഫീൽഡിന്റെ കേളിംഗ് നമുക്ക് വിശദീകരിക്കാനാവും. ഓക്കെ, ഇവിടെ ചുറ്റുകോയിലിന്റെ കറന്റിന്റെ ഡിറക്ഷൻ രണ്ട് തരത്തിൽ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. അതായത് കറന്റ് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അതൊരു ഡോട്ട് അല്ലെങ്കിൽ കുത്തുപയോഗിച്ചാണ് കാണിച്ചിരിക്കുന്നത്. Current or magnetic field out of the plane of the paper is represented by cross, and that is taken as negative. Okay. We have to consider an important parameter, small n, which is turn density or number of turns per unit length. എന്താണ് number of turns per unit length എന്നാൽ ഒരു മീറ്ററിലുള്ള ചുറ്റുകളുടെ എണ്ണമാണ് സ്മോൾ എൻ. അല്ലാതെ ഈ സോളിനോയിഡിലുള്ള മൊത്തം ചുറ്റുകളുടെ എണ്ണമല്ല സ്മോൾ എൻ എന്ന് പറയുന്നത്. ടോട്ടൽ ടേൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാപിറ്റൽ എൻ ഈക്വൽ ടു സ്മോൾ എൻ ഇൻറ്റു എൽ എന്ന ഇക്വേഷൻ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ എൻ ആണെങ്കിൽ അത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് or turn density into length of the coil എന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ number of turns per unit length into length of the coil gives the total number of turns of the coil. Okay, current passing എന്നത് മറ്റൊരു പാരാമീറ്റർ ആണ്, അതാണ് ക്യാപിറ്റൽ ഐ. ഓക്കെ, സോ എന്നും ഐയുമാണ് രണ്ട് പാരാമീറ്റേഴ്സ് നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യാനുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് പരിഗണിക്കാവുന്ന ആംപീരിയൻ ലൂപ്പ് റെക്ടാംഗുലർ ഷേപ്പിൽ ഉള്ളതാണ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സോളിനോയിഡിനെ സംബന്ധിച്ച് എടുക്കാൻ പറ്റുന്ന ആംപീരിയൻ ലൂപ്പ്, കറന്റ് ഫ്ലോ ചെയ്യുന്ന ലൂപ്പ് എന്ന് പറയുന്നത് റെക്ടാംഗുലർ ഷേപ്പിലുള്ളതാണ്. റെക്ടാംഗുലർ ലൂപ്പ് ABCD ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പരിഗണിക്കുക. കറന്റിന്റെ ഡിറക്ഷൻ അനുസരിച്ച് മൊത്തം മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടെത്തണം. അതിനുവേണ്ടി ലൂപ്പിന്റെ 4 വശങ്ങൾ എടുക്കേണ്ടി വരും. ഏതൊക്കെയാണ് 4 വശങ്ങൾ? A to B കാണുന്നുണ്ടല്ലോ, പിന്നെ B to C, then C to D, then D to A. അപ്പോ എയിൽ തുടങ്ങി എയിൽ അവസാനിക്കുമ്പോൾ
ലൂപ്പ് പൂർണ്ണമാകുന്നതാണ്. ഇതാണ് നമ്മുടെ ആംപീരിയൻ ലൂപ്പ്. ഇനി നമ്മൾ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ എഴുതും. ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 I എന്നുള്ളത് ഇവിടെ ഓരോ ലൂപ്പിനും എടുത്തിട്ട് എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, ഇന്റഗ്രൽ ഓവർ ദി ക്ലോസ്ഡ് ലൂപ്പ് വെക്ടർ ബി ഡോട്ട് വെക്ടർ ഡി എൽ is equal to ഇന്റഗ്രൽ ഓവർ എ ടു ബി വെക്ടർ ബി ഡോട്ട് വെക്ടർ ഡി എൽ പ്ലസ് ഇന്റഗ്രൽ ഓവർ ബി ടു സി വെക്ടർ ബി ഡോട്ട് വെക്ടർ ഡി എൽ പ്ലസ് ഇന്റഗ്രൽ ഓവർ സി ടു ഡി വെക്ടർ ബി ഡോട്ട് വെക്ടർ ഡി എൽ പ്ലസ് ഇന്റഗ്രൽ ഓവർ ഡി ടു എ വെക്ടർ ബി ഡോട്ട് വെക്ടർ ഡി എൽ. ഓക്കെ, വെക്ടർ ബി ഡോട്ട് വെക്ടർ ഡി എൽ എന്ന് പറയുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അതായത് വെക്ടർ ബി ഡോട്ട് വെക്ടർ ഡി എൽ ഈക്വൽ ടു ബി ഡി എൽ കോസ് തീറ്റ. വശങ്ങൾ ശ്രദ്ധിക്കൂ. ബി സി ഡി എ എന്നീ വശങ്ങൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷന് പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. ഓക്കെ, കറന്റും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ബി സി ഡി എ എന്നീ വശങ്ങൾ പരിഗണിക്കുമ്പോൾ വരുന്നത്. അങ്ങനെയാകുമ്പോൾ തീറ്റ 90 ഡിഗ്രി ആയിരിക്കും. കോസ് തീറ്റ ഈക്വൽ ടു കോസ് 90 ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ട് ഇന്റഗ്രൽ ഓവർ ബി ടു സി വെക്ടർ ബി ഡോട്ട് വെക്ടർ ഡി എൽ ഈക്വൽ ടു ബി ഡി എൽ കോസ് 90 ഈക്വൽ ടു 0 ആൻഡ് ഇന്റഗ്രൽ ഓവർ ഡി ടു സി വെക്ടർ ബി ഡോട്ട് വെക്ടർ ഡി എൽ ഈക്വൽ ടു ബി ഡി എൽ കോസ് 90 ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ സോളിഡോണിന്റെ പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, അകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ വരുമ്പോൾ ഇന്റഗ്രൽ ഓവർ സി ടു ഡി വെക്ടർ ബി ഡോട്ട് വെക്ടർ ഡി എൽ എന്തായിരിക്കും? 0 ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല പുറത്തായതുകൊണ്ട്. നമ്മള് 4 ലൂപ്പുകളായിട്ടാണ് കൺസിഡർ ചെയ്തത്. എ ടു ബി, ബി ടു സി, സി ടു ഡി, ഡി ടു എ. അതിലാകെ ഇപ്പോ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഏതാണ്? കോയിലിന്റെ അകത്തുള്ള എലോങ് ദി ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അത് മാത്രമേ കൺസിഡർ ചെയ്യാനുള്ളൂ. സോ ഇന്റഗ്രൽ ഓവർ ദി ക്ലോസ്ഡ് ലൂപ്പ് വെക്ടർ ബി ഡോട്ട് വെക്ടർ ഡി എൽ. ഓക്കെ, ലൈൻ ഇന്റഗ്രൽ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്, സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അത് എന്ത് മാത്രമായിരിക്കും വരുന്നത്? ഇന്റഗ്രൽ ഓവർ എ ടു ബി വെക്ടർ ബി ഡോട്ട് വെക്ടർ ഡി എൽ ആയിരിക്കും വരുന്നത്. ബിയും ഡി എല്ലും ഒരേ ഡിറക്ഷനിലാണ് വരുന്നത്. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ബി ഡി എൽ കോസ് 0 എന്ന് വരും. കോസ് 0 1 ആണ്. അതുകൊണ്ട് ബി ഇൻറ്റു ഡി എൽ എന്ന് തന്നെയായിരിക്കും വരുന്നത്. സോ ബി ഇൻറ്റു ഡി എൽ ഈക്വൽ ടു നമ്മുടെ ആംപിയർ സർക്യൂട്ടൽ ലോയുടെ ഇക്വേഷൻ മ്യൂ 0 ഇൻറ്റു ഐ എൻക്ലോസ്ഡ്. ഇവിടെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന കറന്റ്, എ ടു ബിയിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന കറന്റ്. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ ഇന്റഗ്രൽ ഓവർ ദ ക്ലോസ്ഡ് ലൂപ്പ് വെക്ടർ ബി ഡോട്ട് വെക്ടർ ഡി എൽ ഈക്വൽ ടു ബി ഡി എൽ ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു ഐ എൻക്ലോസ്ഡ് എന്ന് കിട്ടുന്നതായിരിക്കും. ഇനി എന്താണ് എൻക്ലോസ്ഡ് കറന്റ്? എൻക്ലോസ്ഡ് കറന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറന്റ് ഡെൻസിറ്റിയെ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ കറന്റ് വാല്യൂ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ കറന്റ് എൻക്ലോസ്ഡ് ഇൻ ദി കണ്ടക്ടർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് അവർ ഐ എൻക്ലോസ്ഡ്. സോ വി ഹാവ് ബി ഡി എൽ ഈക്വൽ ടു മ്യൂ 0 എൻ എൽ ഇൻറ്റു ഐ. എല്ലും എല്ലും രണ്ട് സൈഡില് ക്യാൻസൽ ആയി പോകും. ബി ഈക്വൽ ടു മ്യൂ 0 എൻ ഐ എന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, അതിനെ സോളിനോയിഡിന്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്വാധീനിക്കുന്നില്ല എന്നാണ് ഈ ഇക്വേഷൻ പ്രകാരം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ടേൺ ഡെൻസിറ്റിയെയാണ് ആശ്രയിക്കുക, പിന്നെ കറന്റിനെയാണ് ആശ്രയിക്കുക. ഇവിടെ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കൊണ്ട് മ്യൂ 0 പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് വന്നിരിക്കുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു മ്യൂ 0 എൻ ഐ. ഈ ടേൺസ് 1 മീറ്ററിൽ
അടുത്താണോ അകന്നാണോ ചുറ്റു വന്നിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ വരിക. കൂടുതൽ ടേൺ ഡെൻസിറ്റി N ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിരിക്കും. അതുപോലെ കറന്റ് കൂടുതലായിട്ട് പോവുകയാണെങ്കിൽ ഇതിൽ കൂടി കോയിലിൽ കൂടിയുള്ള കറന്റ് കൂടുതലാവുകയാണെങ്കിൽ അവിടെയും മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിരിക്കും. അതല്ലാതെ ഈ കോയിലിന്റെ നീളത്തെ, മൊത്തത്തിലുള്ള നീളത്തെ ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് ആശ്രയിക്കുന്നില്ല. ടേൺ ഡെൻസിറ്റി ആണ് ഇമ്പോർട്ടന്റ് ഫാക്ടർ. കോയില് അടുപ്പിച്ചാണോ അകത്തിയാണോ ചുറ്റിയിരിക്കുന്നത് എന്നുള്ളതിനെ ആസ്പദമായിട്ടായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ് വരിക. ഓക്കെ, ടോറോയിഡ് എന്നാൽ എന്താണ്? ഒരു എൻലെസ് സോളിനോയിഡിനെയാണ് ടോറോയിഡ് എന്ന് പറയുന്നത്. ചിത്രം കാണുക. I കറന്റ് ക്യാരി ചെയ്യുന്ന N നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്തും സ്മോളർ റേഡിയസുമുള്ള ഒരു ടോറോയിഡ് ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നമുക്കൊരു സർക്കുലർ ആംപീരിയൻ ലൂപ്പ് സങ്കല്പിക്കാം. അതിന്റെ റേഡിയസ് സ്മോളർ ആണെന്നിരിക്കട്ടെ. ഈ ആംപീരിയൻ ലൂപ്പിന്റെ ലെങ്ത് 2πr1 ആണല്ലോ. ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ലൂപ്പില് കറന്റ് എൻക്ലോസ് ചെയ്യാത്തത് കൊണ്ട് കറസ്പോണ്ടിങ് മാഗ്നറ്റിക് ഫീൽഡ് B1 എന്നത് 0 ആയിരിക്കും. ഇനി ഔട്ട്സൈഡ് ദ ടോറോയിഡ് ഒരു ആംപീരിയൻ ലൂപ്പ് പരിഗണിക്കാം. R3 റേഡിയസ് ഉള്ള ഈ ആംപീരിയൻ ലൂപ്പ് എടുത്താലും കറസ്പോണ്ടിങ് മാഗ്നറ്റിക് ഫീൽഡ് B3 = 0 ആയിരിക്കും. കാരണം എന്താ? ഔട്ട്സൈഡ് ദ ലൂപ്പ് ഓൾസോ ദ എൻക്ലോസ്ഡ് കറന്റ് ഈസ് 0. ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് 3 റീജിയൻ ആക്കി തിരിച്ചിട്ടാണ് പരിഗണിച്ചത്. R1 റേഡിയസ് ഉള്ള ഇൻസൈഡ് ലൂപ്പും R3 റേഡിയസ് ഉള്ള ഔട്ട്സൈഡ് ലൂപ്പും എടുക്കുമ്പോൾ കറന്റ് 0 ആയതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയും R1നും R3ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് 0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ താരമായ ആംപീരിയൻ ലൂപ്പ് എടുക്കാം. വയലറ്റ് നിറത്തിൽ വരച്ചിരിക്കുന്നത് കണ്ടോ? അതാണ് നമ്മുടെ I കറന്റ് ക്യാരി ചെയ്യുന്ന R റേഡിയസ് ഉള്ള ആംപീരിയൻ ലൂപ്പ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ റീജിയനിൽ മാത്രമേ കറന്റ് ഫ്ലോ പരിഗണിക്കേണ്ടതുള്ളൂ. ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ അതുകൊണ്ട് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. എൻക്ലോസ്ഡ് കറന്റ് എന്തായിരിക്കും? എൻക്ലോസ്ഡ് കറന്റ് എന്നുള്ളത് N × 2πr × I ആണ്. ലൈൻ ഇന്റഗ്രൽ B.dl അതിന്റെ വാല്യൂ B × 2πr ആണല്ലോ. അതായത് ഇന്റഗ്രൽ dl ഓർ ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി ആംപീരിയൻ ലൂപ്പ് 2πr ആണ്. ഓക്കെ, ദർഫോർ ആംപിയർ സർക്യൂട്ടൽ ലോയിൽ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് B × 2πr = μ0 × N × 2πr × I ആയിരിക്കും. 2πr LHSലും RHSലും കോമൺ ആണ്, അത് ക്യാൻസൽ ആവും. ദെൻ B = μ0 Ni. സ്മോൾ n എന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. മൊത്തം ടേൺസ് ക്യാപിറ്റൽ N ആണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് = ക്യാപിറ്റൽ N/2πr ആയിരിക്കും. ഓക്കെ, സ്മോൾ n = ക്യാപിറ്റൽ N/2πr. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് വരുന്ന ടോറോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ എന്നത് B = μ0 ക്യാപിറ്റൽ N ക്യാപിറ്റൽ I / 2πr എന്ന് കിട്ടുന്നതാണ്. ഓക്കെ, രണ്ട് എക്സ്പ്രഷൻസും ഒന്ന് തന്നെയാണ്. B = μ0 സ്മോൾ n × I എന്നതും B = μ0 ക്യാപിറ്റൽ N × I/2πr എന്നതും രണ്ടും ഒന്നിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ? ഇന്നത്തെ പാഠങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.